ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ധനുഷ്കോടിയുടെ എൻഡ് പോയിന്റിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ തേർഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ചെന്ന ടൈമിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ എൻഡ് പോയിന്റ്, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഈ എൻഡ് പോയിന്റിൽ പോയി അവിടെ നിൽക്കാനൊന്നും പറയാം, ഞങ്ങൾ ബീച്ചിലിറങ്ങാൻ പോയി. അപ്പോൾ ബീച്ചിലിറങ്ങാൻ നമുക്ക് കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ കുറേ ആൾക്കാരുകൾ ഇങ്ങനെ കളിക്കുകയും കുളിക്കുകയും എന്തൊക്കെയോ കാര്യമായ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെ കുറച്ചൊരു എന്താണ് മണ്ണൊക്കെ ഉള്ള സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ ഇതൊക്കെ എന്താ പറയാ, ഓരോ മണ്ണ് വെച്ചിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അച്ഛന് ഭയങ്കര ഇതായിട്ട് അച്ഛനും ഉണ്ടാക്കുവാണ്. എന്തോ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട് ഞാൻ നോക്കിയിട്ട് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല പുള്ളി എന്താണ് ഉദ്ദേശിച്ചതെന്ന്. എന്തായാലും എന്തോ കാര്യമായിട്ട് എന്തോ ട്രൈ ചെയ്തു, പക്ഷെ എന്തോ ഒത്തില്ല. സോ പിന്നെ നോക്കിയപ്പോൾ വേറെ ആൾക്കാർ ഇതേപോലെ എന്തോ മൺകൂമ്പാരങ്ങളൊക്കെ വെച്ചിട്ട് എന്തോ ഉണ്ടാക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള ഗാർഡ്സ് വന്നിട്ട് ഇവിടെ ആൾക്കാരൊക്കെ ഓടിച്ചു വിട്ടു. അപ്പം ഞാൻ മാത്രമായപ്പോൾ ഞാൻ ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്താണ്. ഈ ഒരു പോയിന്റ് നോക്കുക, ഇവിടെ രണ്ട് ബീച്ചസും കൂടെ ഒരുമിച്ച് സെറ്റാണ്. അതായത് ഇന്ത്യൻ ഓഷ്യനും ബംഗാൾ ഉൾക്കടലും കൂടെ ഒരുമിച്ച് മിങ്കിൾ ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കേട്ടത്. പിന്നെ അവിടെ നമ്മളെ പെട്ടെന്ന് തന്നെ ഗാർഡ്സ് ഓടിച്ചു വിട്ടു. കാരണം എന്ന് പറഞ്ഞാൽ നല്ല അടിയൊഴുക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഓടിച്ചു വിട്ടില്ലാതെ നമ്മൾ പെട്ടുപോയി. കാരണം എന്നിട്ട് നമുക്ക് തിരിച്ചു കയറാൻ കുറേ ബുദ്ധിമുട്ടി. അപ്പം ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഗാർഡ്സ് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതനുസരിച്ച് കേൾക്കണം. അവർ പറയുന്നതനുസരിച്ച് നമ്മൾ കേൾക്കുക. തിരിച്ച് അവരുടെ ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ അവിടെ ചെന്നാൽ കേൾക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. സോ നമ്മൾ തിരിച്ച് കയറുന്ന സമയത്ത് ഈ പാറയിൽ കൂടെ ഒക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പ്രായമായവർക്കൊക്കെ ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. എൻ്റെ അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പുള്ളിക്കാരത്തി കാലിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ എഡ്ജില് ആ ഒരു മൺകൂന കണ്ടില്ലേ, അവിടെയാണ് നമ്മളിപ്പോൾ പോയി നിന്നത്. അപ്പം നമ്മൾ അവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ എല്ലാവരെയും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും കടല് വീണ്ടും വളരെ തിരമാലയൊക്കെ ആയിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുക. രൂക്ഷമായിട്ടില്ല, തിരമാലകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും എനിക്ക് ഇത് റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പോയിന്റിൽ പോയി നിന്നില്ല. അതെനിക്കൊരു മണ്ടത്തരായിപ്പോയി. അച്ഛനാണ് ആകെ ധൃതിയായി പെട്ടെന്ന് വാ, അല്ലെങ്കിൽ ഡ്രൈവർ വഴക്ക് പറയുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോയി. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഇവിടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ കാണുന്ന എൻഡ് പോയിന്റിൽ എന്തായാലും പോകണം, അത് മിസ് ചെയ്യരുത് കേട്ടോ. തിരിച്ച് നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് നേരെ നമ്മൾ റൂം എടുത്ത് അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.